അപ്പോൾ നമ്മളിന്ന് നമ്മുടെ മാഗ്നറ്റ് ഫിഷിങ്ങിന് വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. നമ്മൾ പോകുന്നത് ഒരു വെറൈറ്റി ലൊക്കേഷൻ. ആ ലൊക്കേഷന്റെ ഡീറ്റെയിൽസ് അവിടെ പോയിട്ട് ആ സർപ്രൈസ് നിങ്ങളുടെ ഞാൻ പൊട്ടിക്കും. എന്തായിരുന്നാലും നമ്മൾ പോകുന്ന പ്ലേസ് ഒരു വീക്കെൻഡിൽ മീൻസ് ഒരു സൺഡേ ഫാമിലി ആയിട്ട് പോവുക, അവിടെ പോയിട്ട് കുറച്ച് ടൈം എൻജോയ് ചെയ്യുക. ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. എക്സ്പെൻസ് തീരെ ഇല്ലാതെ നിങ്ങൾക്ക് ഒരു ദിവസം എൻജോയ് ചെയ്ത് തിരിച്ചു വരാൻ പറ്റുന്ന ഒരു പ്ലേസ് ആണ്. പിന്നെ നമുക്ക് നമ്മുടെ മാഗ്നറ്റ് എന്താണ് തരാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് അവിടെ പോയി കണ്ടറിയാം. ഏതായാലും ആ പ്ലേസിലേക്ക് നിങ്ങളെ എല്ലാരെയും വെൽക്കം ചെയ്യാം. ഓഹോ ഓഹോ എന്നാ ഈ കായൽ കാണാനല്ല നമ്മൾ വന്നേ. നമ്മുടെ മാഗ്നറ്റ് ഫിഷിംഗ് ഇന്ന് ഈ കായലിൽ നമ്മൾ നടത്താം. മാഗ്നറ്റ് ഫിഷിങ്ങിന് വേണ്ടിയിട്ട് ഒരു വണ്ടി തിരഞ്ഞെടുത്തേ. ചെറിയ വണ്ടിയെ ഒരു വലിയ വണ്ടി നമ്മളെ ചേട്ടച്ചാരാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. കായലിന്റെ നടുക്കൊന്ന് കൊണ്ടിട്ട് മുക്കിക്കളയില്ല. ഏട്ടല്ല നീന്തലൊന്നും അറിഞ്ഞൂടാ. നിങ്ങൾക്ക് നീന്തൽ അറിയാവോ? ജാക്കറ്റ് ഉണ്ട്. അപ്പൊ അണ്ണൻ ഫുൾ സെറ്റാണ്, ജാക്കറ്റോടുകൂടി നിൽക്കുകയാണ്. ഏതായാലും നമ്മൾ വെള്ളത്തിക്കാം. ഭഗവാനെ ചുമ്മാ പറഞ്ഞാണ് എനിക്ക് നീന്തൽ അറിയാം കേട്ടോ. ബാക്കി എന്റെ കൂടെ ഉള്ള വീഡിയോഗ്രാഫറും കൂടെ ഉള്ളവന്മാർക്ക് നീന്തൽ അറിഞ്ഞത് എനിക്ക് രസം തന്നെ വയ്ക്കും. അപ്പോ നമ്മുടെ ആയുധവുമായി നമ്മൾ മുരുക്കുമ്പുഴ കായലിൽ നമ്മുടെ ക്യാപ്റ്റൻ ചേട്ടച്ചൻ തുഴഞ്ഞ് തള്ളയാണ്. നല്ല മുട്ടം വെയില് എന്റെ അമ്മോ. എങ്കിലും ഏതൊരു സന്തോഷത്തിനും പിറകെ കുറച്ച് കഷ്ടപ്പാട്. ഓക്കെ, നമുക്ക് നമ്മുടെ മീൻ പിടുത്തം, ഫിഷിംഗ്, മാഗ്നറ്റ് ഫിഷിംഗ്. ഇനി ഇരുമ്പ് മീൻ ഉണ്ടെങ്കിൽ ഇരുമ്പ് മീൻ. ചേട്ടൻ പറയുന്നത് ചിലപ്പോ ബോട്ടിന്റെ ആങ്കറുകളൊക്കെ ഉണ്ടാവാൻ സാധ്യത. വലിച്ചു കയറ്റാൻ ആരെ വിളിക്കണമെന്നുള്ളത് അറിയില്ല. എങ്കിലും നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള മാഗ്നറ്റ് ഉപയോഗിച്ച് നമ്മൾ നമ്മുടെ മാഗ്നറ്റ് ഫിഷിംഗ് തുടങ്ങുകയാണ്. എത്രത്തോളം ആഴം ഉണ്ടെന്ന് അറിയില്ല. ഓക്കെ, മാറ്റി വിടുകയാണ്. നല്ല ആഴം. കുഴപ്പമില്ല. One eternity later. നമ്മളെ ക്യാപ്റ്റൻ വള്ളക്കാരൻ ചേട്ടൻ, സുദർശനൻ ചേട്ടൻ. സുദർശനൻ ചേട്ടന്റെ കഥകൾ കേൾക്കാം. 62 വയസ്സായി. എനിക്ക് 62 വയസ്സായി. ഞാൻ ഇതിലിറങ്ങിയിട്ട് ഒരു 25 വർഷം അടുപ്പിച്ചാണ് ആയിട്ടില്ല. 25 വർഷം. ഈ വള്ളമായിട്ട് ഫീൽഡ് വെള്ളം. ഈ വള്ളത്തിന് എത്ര വയസ്സുണ്ട്? ഇളഞ്ഞ 45 വയസ്സുണ്ട്. അപ്പൊ ഇത് ആര് വാങ്ങിയ വള്ളമാണ്? ഇത് ഫീൽഡ് സർവീസ് ഇറങ്ങി. എനിക്ക് ഈ പ്രായമുള്ളു. പ്രായം ചെറുതാണ്. എനിക്ക് കാണാൻ മാത്രം കുറച്ച് പ്രായമുണ്ട്, പക്ഷെ വയസ്സ് കുറവാണ്. അതാണ് പ്രശ്നം. അപ്പൊ എന്താണ് ചേട്ടൻ ഇവിടത്തെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇത്രയും 25 വർഷത്തില് ചേട്ടന് മറക്കാനാവാത്ത എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ്, ഒരൊറ്റ കാര്യം ഉണ്ടാവുമല്ലോ? എനിക്ക് ഇതുകൊണ്ട് ഏൽപ്പിക്കാൻ താല്പര്യമുണ്ടായിരുന്നു. എനിക്ക് താല്പര്യമുണ്ടായിരുന്നു. നമ്മളങ്ങനെ പോലെ അപ്പൊ ഞാൻ പോലായിരുന്നു. വേറെ വ്യക്തി വന്നു, ഒരാളായി. ഞാൻ 2 വള്ളം കിടന്ന സ്ഥലമാണ് ഇത്. ഇത് മൊത്തം 4 വള്ളം കിടന്ന സ്ഥലമാണ്. ഇപ്പൊ ഒരെണ്ണേ ഉള്ളത്. ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്, അക്കരെ ഫോൺ നമ്പർ എഴുതിയിട്ടുണ്ട്. അതിൽ വിളിച്ചാൽ നമ്മൾ ഞങ്ങൾ യാത്ര ചെയ്യുന്നതാണ്.
എമർജൻസി സർവീസാണ്. എമർജൻസി ഇല്ല, അങ്ങനെയല്ല, ആളുണ്ടെങ്കിൽ പോകും. ആളുണ്ടെങ്കിൽ പോകും. മുമ്പ് അങ്ങനെയല്ല. മുമ്പെന്ന് വെച്ചാൽ പഴയ കാലം എന്ന് വെച്ചാൽ ഈ മീൻകാരും മറ്റേ വണ്ടിക്കാർ യാത്രക്കാരും ഒരുപാട് സർവീസുള്ള സ്ഥലമായിരുന്നു. ഇപ്പൊ അതില്ല. ഒരു വീട്ടിൽ 4-5 വണ്ടിയുണ്ട്. വണ്ടിയുള്ള സമയത്ത് നമുക്ക് പോകാൻ പറ്റില്ല. യാത്രക്കാർ അതിലേ പോകും, വണ്ടിയിലേ പോകും. മറ്റേ മുരിക്കുമ്പോഴെന്ന് പുറത്തൊക്കെ തുടങ്ങാണ്ട് ബസ് ഇവിടെ വരുമ്പോൾ കൂടെ കടയിൽ നമ്മൾ വന്നാൽ വണ്ടി കടവിൽ വരും. നമ്മൾ യാത്രക്കാരെ കൊണ്ട് പോവുകയും ചെയ്യും. എത്ര പേര് വരെ കയറ്റിട്ടുണ്ട് ഇതില് 10-20-30 രൂപ കയറ്റും. 30 കയറ്റാം. ഇത് നമ്മളെ ചേട്ടന്റെ അളിയച്ചാരാണ് അവിടെ തുഴയണത്. ചേട്ടന് സപ്പോർട്ടിങ് ആക്ടർ ആയിട്ട് ഇവിടെ ഉണ്ട്. ഇല്ല, അങ്ങനെ 40 രൂപ കയറ്റാ. വലിയവനെ കയറ്റുള്ളൂ. ബാബു നമ്മള് വലിയ ഉണ്ടല്ലോ, ആ സമയത്ത് ആളിവിടെ കാണും. അല്ലെങ്കിൽ അത് ദൂരം എന്ന് പറഞ്ഞ ആൾക്കാരല്ല, എന്ന് വെച്ചാൽ അവർക്ക് വെള്ളത്തിൽ കയറാനുള്ള താല്പര്യം കൊണ്ട്. ചേട്ടൻ ഈ കടത്ത് മാത്രമല്ല, ഇതുപോലെ എന്റർടൈൻമെന്റ് ആവശ്യത്തിന് വന്നു കഴിഞ്ഞാൽ സഹായിക്കും. അത് ഞാൻ ഉറപ്പായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളെ സുദർശനൻ ചേട്ടന്റെ വള്ളത്തിൽ കയറാനായിട്ട് നിങ്ങൾ മറക്കരുത്. കാരണം ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത് ബിസിനസ് വേറെ, വ്യക്തിത്വം വേറെ. സഹകരണം എപ്പോഴും ഉണ്ടായിരിക്കണം മനുഷ്യൻ. അത് സത്യം അത് ആ ഒരു സഹകരണത്തിൽ വളരെയധികം നമ്മള് ഹാപ്പിയാണ്. ഞാൻ ഉറപ്പായിട്ട് ഒരു ദിവസം ഞാൻ ഫാമിലി ആയിട്ട് ഇവിടെ വരും. ചേട്ടൻ എന്നെ ഈ കായലൊന്ന് ചുറ്റി കാണിക്കാം. ഇവിടം വരെ പോയാൽ നമുക്ക് ഇവിടെ പോയിട്ട് തിരിച്ചു വരാം. മതി. അപ്പൊ ഞാൻ ചോദിച്ചു വന്ന കാര്യം, ഈ കായൽ അങ്ങേയറ്റം ഇങ്ങേറ്റം എത്ര ദൂരം ഉണ്ടാവും? 1.5 കിലോമീറ്റർ ഉണ്ട്. 1.5 കിലോമീറ്റർ. ഇത് നമ്മൾ വണ്ടിയിൽ ചുറ്റണമെങ്കിൽ എത്ര ദൂരം ഉണ്ടാവും? 1.5 കിലോമീറ്റർ. വണ്ടിയിലാണ് 7.5 കിലോമീറ്റർ. 7.5 കിലോമീറ്റർ. കണിയാർന്ന് 7.5 കിലോമീറ്റർ. ചേട്ടാ എത്ര സമയം എടുക്കും അപ്പുറത്ത് പോകാൻ? അപ്പുറത്ത് ഒരു സൈഡിൽ നിന്ന് ഇപ്പുറത്ത് പോകാനായിട്ട്? ഇനി കാറ്റാണെങ്കിൽ 20 മിനിറ്റ്. കാറ്റില്ലെങ്കിൽ 12-13 മിനിറ്റ് ഉണ്ട്. ഈ 1.5 കിലോമീറ്റർ ചേട്ടൻ അപ്പുറത്തുനിന്ന് ആളെടുക്കും. എത്ര രൂപ ചാർജ് ചെയ്യും? ചാർജ് നമ്മൾ ചോദിക്കില്ല, തരണം വാങ്ങിക്കണം. അങ്ങനെയല്ല, കടത്തിന്റെ കാര്യം. ചേട്ടാ ഇതുപോലത്തെ എന്റർടൈൻമെന്റ് ട്രിപ്പ് മാറ്റി നിർത്തുക. അതല്ല നമ്മൾ വാങ്ങിക്കണല്ല. നമ്മളൊരു യാത്രക്കാരന് പോണം. പൈസ ഇല്ലാത്ത ആൾക്കാരും പോണമല്ലോ. നമുക്ക് പൈസ ഇല്ലാത്ത ആൾക്കാരെ കൊണ്ടുപോകും, പോണമല്ലോ. അപ്പൊ നമ്മൾ പൈസ വെച്ചിട്ട് കാര്യമുണ്ടോ? അത് മനുഷ്യത്വം. പൈസ വെച്ചിട്ട് കാര്യമുണ്ടോ ചോദിച്ചത്. ഇതാണ് പറയുന്നത്. നമ്മൾ കഷ്ടപ്പെടുകയാണെങ്കിലും ഇതുപോലുള്ള മനുഷ്യരെ കണ്ടെത്താനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. ഇത് ഒത്തിരി ബുദ്ധിമുട്ടുള്ള പരിപാടി തന്നെയാണ്. ഞാൻ കുറച്ചു നേരം തുഴഞ്ഞു നോക്കി. നമ്മളെ ആരോഗ്യം കളയാനുള്ള പരിപാടിയാണ്. നമ്മള് കാറിൽ ലിഫ്റ്റ് കൊടുക്കുന്ന പോലെ അല്ല. നമ്മള് വള്ളത്തിൽ ലിഫ്റ്റ് കൊടുക്കണം പറഞ്ഞാലേ നമ്മള് തന്നെ തുഴയണം. അത് സമ്മതിച്ചു തന്നിരിക്കുന്നു. മുടി വരെ കെട്ടിയപ്പോ ആളൊക്കെ പറഞ്ഞു സൈഡിൽ വള്ളത്തിൽ വീണു. ഇന്ന് ജീവനോടെ ഉണ്ടാ? ആള് മരിച്ചുപോയോ? അപ്പൊ ഈ വള്ളത്തിൽ ആൾക്കാരും ഇല്ലായിരുന്നു? അന്ന് ഒരുപാട് പെണ്ണുങ്ങളുണ്ടായിരുന്നു. അങ്ങനെ അപ്പൊ ഈ രക്ഷപ്പെടുത്താനായിട്ടുള്ള സംവിധാനം ചെയ്യാനായിട്ട് നമ്മള് ചാടിയാലും മറ്റുള്ള രക്ഷപ്പെടുത്തേ പറ്റുള്ളൂ. അപ്പൊ ചേട്ടന് നീന്തൽ അറിയില്ല? അപ്പം നമ്മൾ ഇങ്ങനെയുള്ള യാത്രകൾ ചെയ്യുമ്പോ മെയിനായിട്ട് വള്ളത്തില് ജാക്കറ്റ് ഉണ്ട്. വള്ളത്തില് ഇന്നലെ ഇട്ട് ജാക്കറ്റ് ഇട്ടിട്ട് കൊണ്ടുപോകുള്ളൂ. കാര്യം എന്ന് വെച്ചാൽ സംഭവിച്ചത് നമുക്ക് ചാടാൻ പറ്റൂലല്ലോ. അത് കറക്റ്റ് ആയിട്ടുള്ള കാര്യം. എന്നാലും ഒരു രീതിയിലെന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ വീഴുന്ന നമ്മൾ എടുത്താലേ പറ്റുള്ളൂ. എടുത്താലും പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ഒരു ദൂരത്തുനിന്ന് കരയിലെത്തിക്കുക. വള്ളം നോക്കിയില്ലേ ആളുടെ കൊണ്ട് ഞാൻ കര പോവും. എങ്ങനെ? അല്ല, ഒരാളുടെ ജീവന് വേണ്ടി നമ്മുടെ വള്ളത്തിലിരിക്കുന്ന 10 രൂപയുടെ ജീവൻ കളയാൻ പറ്റില്ലല്ലോ. വള്ളത്തിരുന്ന് അതിന് കര എടുക്കുമെന്നുള്ളൂ. കര എടുക്കും. വേറെ വള്ളത്തിന് കുഴപ്പം വരുന്നു. വള്ളത്തിന് കുഴപ്പം വരും. ഈ ആളിനെ കൊണ്ടുപോകാൻ വരുള്ളൂ. ഏതാളിനെ? വീടിന്റെ ആളിനെ കൊണ്ടേ വരുള്ളൂ. അതൊരു മനസ്സ് തന്നെയാണ്. അതെ, ആളിനെ കൊണ്ടുവരും. നമുക്ക് ഈ കായൽ എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പോൾ നമ്മൾ കൊണ്ടുവരും. ശരി. ചേട്ടന്റെ മനസ്സിൽ എന്തെങ്കിലും ഈ പറഞ്ഞ ഉറങ്ങിക്കിടക്കുന്ന എന്തെങ്കിലും കലാകാരനുണ്ടോ? ഈ പഴയ പാട്ടുകൾ എന്തെങ്കിലുമൊക്കെ ഇടയ്ക്കിടയ്ക്കുണ്ട്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് എന്തോ ഒരു പാട്ട് മനസ്സിൽ കിടപ്പുണ്ടാവും. അല്ല, എന്തെങ്കിലും ഒരു പാട്ട്, പഴയ ഏതെങ്കിലും ഒരു പാട്ടൊന്ന് പാടിയേട്ടാ, ഒന്ന് കേൾക്കാനുള്ളൊരു ആഗ്രഹം കൊണ്ട്. ഞാനും എന്താളും ആ 40 പേരും. വള്ളത്തിലുള്ള 40 പേരാണോ? കുമരം കൊണ്ടേ കപ്പലുണ്ടാക്കി, കപ്പലിലാണേ ഉപ്പയക്കാറി, പങ്കായം പൊക്കി ഞാനൊന്നു നോക്കി,
ഞാനൊന്നു നോക്കി, അവരെന്നെയും നോക്കി. എന്റെ അഴകാ എന്തൊരു ഭംഗി. അടിപൊളി. ഇതിൽ കൂടുതൽ എന്തിനാ വേണ്ടത്? One eternity later. സുദർശനൻ ചേട്ടനുമായിട്ട് നമ്മുടെ കായലിന്റെ ഒത്ത നടുവിലെത്തിയേക്കാണ്. ഇവിടെയാണ് ചേട്ടൻ പറഞ്ഞത് എന്തെങ്കിലും ചിലപ്പോ വള്ളത്തിൽ നിന്ന് ഇറങ്ങി വീണിട്ടുള്ള അടന്നു വീണിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടാവും. കാരണം പ്ലേറ്റുകളൊക്കെ ഉണ്ടാവും. ചേട്ടൻ പറയണമെന്ന് ശ്രമിച്ചു നോക്കാൻ പറയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഏതായാലും നമ്മുടെ മാഗ്നറ്റിനെ നമ്മൾ നീറ്റിലിറക്കുകയാണ്. ഒരു ശ്രമം. റോപ്പില് വള്ളങ്ങളുടെ ഭാരം എന്തോ അങ്ങനെ വലിയൊരു ഐറ്റം എന്ന് പറയുന്നില്ല, എങ്കിലും എന്തോ ചെറിയൊരു ഐറ്റം. കാരണം അവിടെ നല്ല അടിയൊഴുക്കുണ്ട്. എന്തോ മെറ്റൽ പീസാണ്. അപ്പോ ഇതെല്ലാവരും ശ്രദ്ധിക്കാനുള്ളൊരു കാര്യമാണ്. നമ്മൾ ഇതുപോലുള്ള മെറ്റൽ നമ്മളിപ്പോൾ ചിലപ്പം ആഴമില്ലാത്തൊരു സ്ഥലത്താണെങ്കിൽ ഇത് നമ്മുടെ കാലിൽ കൊണ്ടു കഴിഞ്ഞാലും ശരി, അത് നമ്മുടെ ഹെൽത്തിന് അപകടമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ചേട്ടാ ഇത് എന്താ വള്ളത്തിൽ നിന്ന് വീണുന്ന എന്തെങ്കിലും സാധനമായിരിക്കുമോ? വള്ളത്തിൽ വീണുന്നതായിരിക്കും അല്ലേ? അതെ അതെ, എനിക്ക് തോന്നുന്നു, കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ആ സൈഡിലൊക്കെ വെച്ച് അടിക്കുന്ന പ്ലേറ്റ് പോലത്തെ സാധനമാണ്. അപ്പോൾ ഏതായാലും നമ്മുടെ മാഗ്നറ്റ് ഒരു നല്ലൊരു കാര്യം ചെയ്തേക്കാണ്. ഇതിനെ ഇനി ഇളക്കിയെടുക്കുക എന്നുള്ളത് അത് വളരെ ശ്രമകരമായിട്ടുള്ള കാര്യമാണ്. ഒരു രക്ഷയില്ല. പവർഫുൾ സാധനമല്ലേ, ഏതായാലും ഇത് ഇളക്കിയെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ മാഗ്നറ്റ് ഫിഷിംഗ്, അതായത് നമ്മുടെ മുരുക്കുമ്പുഴ കായലിൽ നടത്തിയ മാഗ്നറ്റ് ഫിഷിംഗ് ഭയങ്കരമായൊരു സക്സസ് ഒന്നും അല്ല, എങ്കിലും സന്തോഷമുണ്ട്. ഒന്ന് രണ്ട് ഐറ്റംസ്, ചെറിയ ചെറിയ ഐറ്റംസ് നമുക്ക് കളക്ട് ചെയ്തിട്ടുണ്ട്. വാല്യുബിൾ ഒന്നും അല്ലെങ്കിലും ആൾക്കാരുടെ ജീവന് ഭീഷണിയായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് എടുക്കാൻ പറ്റി. ഈ തുരുമ്പ് ഐറ്റംസ് നമ്മൾ സേഫായിട്ട് ഒരു സ്ഥലത്ത് ഡിസ്പോസ് ചെയ്യും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു. പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ.